കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തം ബാധിക്കാത്ത കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു. നിലവിൽ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലുള്ള കച്ചവട സ്ഥാപനങ്ങളാണ് തുറന്നത്. തിങ്കളാഴ്ചയ്ക്കകം തീപിടുത്തം ബാധിക്കാത്ത കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അറിയിച്ചിരുന്നു. മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ താഴത്തെ നിലയിലെ കടകളാണ് പ്രവർത്തിച്ചു തുടങ്ങിയത്. തീപിടുത്തത്തെ തുടർന്ന് കെട്ടിടത്തിൽ അപകടകരമായ രീതിയിലുണ്ടായിരുന്ന ബോർഡുകളും ഹോൾഡിംഗുകളും ഉൾപ്പെടെ ഞായറാഴ്ച എടുത്തുമാറ്റിയിരുന്നു. കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗം നേതൃത്വത്തിൽ കടമുറികളിൽ വൃത്തിയാക്കുകയും ചെയ്തു. കടകളുടെ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതായി പോലീസും കെട്ടിടത്തിന് മറ്റ് പ്രശ്നങ്ങളില്ലെന്ന് കോർപ്പറേഷൻ സൂപ്രണ്ട് എഞ്ചിനീയറും അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കടകൾ തുറക്കാൻ കോർപ്പറേഷൻ അനുമതി നൽകിയത്. വൈദ്യുതി ഇല്ലാത്തതിന്റെ സാഹചര്യത്തിൽ ജനറേറ്റർ സ്ഥാപിച്ച് നൽകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ബന്ധപ്പെട്ട വ്യാപാരികളുമായി കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് മേയറുടെ ചേംബറിൽ വെച്ച് നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം. എത്രയും പെട്ടെന്ന് തന്നെ കടകൾ തുറന്നു പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്നും കോർപ്പറേഷൻ അന്ന് അറിയിച്ചിരുന്നു. ഇതിപ്പോൾ തുറന്ന് ഒരു ആശ്വാസം, തുറന്നതിൽ വലിയൊരു ആശ്വാസം. ഉള്ള സാധനമൊക്കെ എടുത്ത് വെക്കുക, പൊടി കുട്ടി വെക്കുക, അങ്ങനെ. കോർപ്പറേഷൻ്റെ അകത്തുനിന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും നമുക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തത്. ഓരെ കൊണ്ടൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായി. കത്തിപ്പോയി അതൊരു നമ്മളൊരു ഇതാണ്. കോർപ്പറേഷൻ വ്യാപാരികളോടൊപ്പം നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ യഥാക്രമം ചെയ്തു കൊടുക്കുകയും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ കണ്ട് വേണ്ട നടപടി എടുക്കുകയും ചെയ്തതുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടായി ദിവസങ്ങൾ കൊണ്ട് തന്നെ താഴത്തെ നിലയിലെ കടകൾ തുറന്നു പ്രവർത്തിക്കാൻ സാധിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ കെട്ടിടത്തിലെ മറ്റ് സ്ഥാപനങ്ങളും പഴയതുപോലെ പ്രവർത്തിക്കാനുള്ള നടപടികൾ കോർപ്പറേഷനും അധികാരികളും നടത്തിവരുന്നുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.